ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. കുറച്ച് ഞണ്ട് ജീവനുള്ളത് കിട്ടിയായിരുന്നു. അത് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ചെറിയൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, 2 കഷ്ണം കുടംപുളി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞണ്ടിന് വെള്ളം ഉള്ളതാണ്, അപ്പോൾ കുറച്ച് ഒഴിക്കാവൂ. എല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞണ്ട് നന്നായി ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. മസാലയ്ക്കായി ഒരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കുറച്ച് കടുക് പൊട്ടിക്കുക. ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിൽ ചേർത്ത് വഴറ്റുക. കുറച്ച് ഉപ്പിടാവൂ. നമ്മൾ ഞണ്ടിലെ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പായിരിക്കണം. കുറച്ച് കറിവേപ്പില ഇടുക. സവാള വാടിക്കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴറ്റി കഴിയുമ്പോൾ ഗ്യാസ് കുറച്ച് വെക്കുക. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ക്രഷ് 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നന്നായി പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അത് ഞണ്ടിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണ്.